നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എവിടെ ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. പുതുവർഷ പുലരിയെ ആഘോഷപൂർവ്വം വരവേറ്റ് ലോകം. 2026 വരവേൽക്കാൻ സിഡ്നി ഹാർബറിൽ ഒത്തുകൂടിയത് 10 ലക്ഷത്തിലധികം പേരാണ്. വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗം കാണാനായി സിഡ്നി ഹാർബറിൽ ജനസാഗരം നിറഞ്ഞപ്പോൾ കണ്ണിന് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ആകാശത്ത് വർണ്ണങ്ങൾ വിരിഞ്ഞു. അതേസമയം വെടിക്കെട്ടുകൾക്ക് മുന്നോടിയായി ഡിസംബർ 14 ബോണ്ടേ ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായി നഗരം ഒരു നിമിഷം മൌനമാചരിക്കുകയും സമാധാനത്തിന്റെ പ്രതീകമായി വെളിച്ചം തെളിയിക്കുകയും ചെയ്തു. സിഡ്നിക്ക് പുറമെ രാജ്യത്ത് ഉടനീളം വിവിധ നഗരങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. മെൽബൺ സിറ്റി കൌൺസിലിന്റെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗം നടന്നു. നഗരമധ്യത്തിലും ഫെഡറേഷൻ സ്ക്വയറിലും 10,000-കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. ബ്രിസ്ബെയിൻ, അഡ്ലെയ്ഡ്, പെർത്ത് എന്നിവിടങ്ങളിലും വർണ്ണാഭമായ ആഘോഷങ്ങളാണ് അരങ്ങേറിയത്. കുടുംബങ്ങളുമായി ആഘോഷിക്കാൻ എത്തിയവർക്ക് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തി. നോർത്ത് ക്യൂൻസ്ലാൻഡിൽ തുടരുന്ന അതിശക്തമായ മൺസൂൺ പ്രളയത്തിൽപ്പെട്ട ഒരാൾ കൂടി മരിച്ചതായി സ്ഥിരീകരിച്ചു. കാതറിൻ ക്രീക്കിന് സമീപം വാഹനവുമായി മലവെള്ളപ്പാച്ചിലകപ്പെട്ട വ്യക്തിയാണ് മരിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. മനുഷ്യജീവന് പുറമെ മേഖലയിലെ കന്നുകാലി കർഷകർക്കും വലിയ ആഘാതമാണ് പ്രളയം ഏൽപ്പിച്ചിരിക്കുന്നത്. ഗൾഫ് ഓഫ് കാർപ്പന്റാറ്റിയ മേഖലയിലെ വിശാലമായ പുൽമേടുകൾ വെള്ളത്തിനടിയിലായതോടെ ആയിരക്കണക്കിന് കന്നുകാലികളെ കാണാതായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വിദഗ്ധ സേനയുടെ നേതൃത്വത്തിൽ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. 80ാമത് സിഡ്നി ടു ഹൊബാർട്ട് യാർഡ് മത്സരത്തിൽ നാടകീയമായ സംഭവവികാസങ്ങൾക്കൊടുവിൽ ജേതാക്കളെ മാറ്റി പ്രഖ്യാപിച്ചു. ഹാൻഡ്ക്യാപ് വിഭാഗത്തിൽ ഒന്നാമതെത്തിയ കിരീടമുറപ്പിച്ച BNC എന്ന ഫ്രഞ്ച് കപ്പലിനെ നിയമലംഘനത്തിന്റെ പേരിൽ പിന്തള്ളി. ഇതോടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മിൻ റിവർ ഈ വർഷത്തെ ഔദ്യോഗിക ജേതാക്കളായി മാറി. ഫിനിഷിംഗ് ലൈനിന് വെറും 2 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം വെച്ച BNC കപ്പൽ നിയമലംഘനം നടത്തിയതായി അന്താരാഷ്ട്ര ജൂറി കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 1 മണിക്കൂറും 5 മിനിറ്റും ടൈം പെനാൽറ്റി നൽകുകയും ഇതേ തുടർന്ന് 2ാം സ്ഥാനത്തായിരുന്ന മിൻ റിവറിനേക്കാൾ പിന്നിലാകുകയും ചെയ്യുകയായിരുന്നു. തായ്വാൻ കടലിടുക്കിന് സമീപം ചൈന നടത്തുന്ന സൈനികാഭ്യാസങ്ങളിൽ ഓസ്ട്രേലിയൻ സർക്കാർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ സ്ഥിരത തകർക്കുന്നതായും അത്യന്തം അപകടകരമായ സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നതെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈന നടത്തുന്ന യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളുടെയും നീക്കം പ്രാദേശികമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഈ സാഹചര്യത്തിൽ ചൈന സമീപനം പാലിക്കണമെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടു. അഡ്ലെയ്ഡിന് വടക്ക് ടാർലിയയിൽ മിനി വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാവിലെ ഹൊറോക്സ് ഹൈവേയിലാണ് 8 പേർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 2 പേർ മരണപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഹെലികോപ്റ്റർ മാർഗം അഡ്ലെയ്ഡിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഹൊറോക്സ് ഹൈവേയുടെ ഒരു ഭാഗം പോലീസ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മേജർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിഡ്നിയിലെ പാം ബീച്ചിൽ പുതുവർഷ തലേന്നുണ്ടായ ബോട്ട് അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ആൺകുട്ടിയെ കാണാതാവുകയും ചെയ്തു. ഇന്നലെ രാവിലെ ബൊറോൺ ജോയ് ഹെഡിന് സമീപമാണ് അപകടം നടന്നത്. ശക്തമായ തിരമാലയിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകട വിവരം അറിഞ്ഞെത്തിയ വാട്ടർ പോലീസും ലൈഫ് സേവർമാരും നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കാണാതായ 16-കാരന് വേണ്ടി ഹെലികോപ്റ്ററുകളും മറ്റ് അത്യാധുനിക സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മസ്തിഷ്ക ജ്വരം ബാധിച്ചതിനെ തുടർന്ന് മുൻ ഓസ്ട്രേലിയൻ താരം ഡാമിയൻ മാർട്ടിൻ കോമയിൽ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഡാമിയന്റെ ആരോഗ്യസ്ഥിതി മോശമായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ക്യൂൻസ്ലാൻഡിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ഡാമിയനെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡാമിയൻ മാർട്ടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും മികച്ച ചികിത്സയാണ് ഡാമിയന് ലഭിക്കുന്നതെന്ന് പങ്കാളി അമാൻഡയും കുടുംബവും അദ്ദേഹത്തിനൊപ്പമുണ്ടെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും അറിയിച്ചു.
showstopper, be the showrunner. Show how it's done. Come and celebrate the brides of India With Malabar Golden Diamonds. ശബരിമല സുവർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT ചോദ്യം ചെയ്യലിൽ വിശദീകരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ. മൊഴിയെടുക്കൽ രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ നിർദ്ദേശിച്ച ഉത്തരവുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും കടകംപള്ളി ആവശ്യപ്പെട്ടു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇടതുമുന്നണിയെ നയിക്കും. നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ മുന്നണിയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യൻ പിണറായിയാണെന്നാണ് CPIM നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ മുന്നണിയെ നയിക്കാൻ പ്രാപ്തനായ മറ്റു നേതാക്കൾ ഉണ്ടെങ്കിലും പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്നാണ് പാർട്ടിയുടെ നിലപാട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച 8 പേർ മരിച്ചു. ഭഗീരഥ്പുര പ്രദേശത്താണ് തിങ്കളാഴ്ച രാത്രിയിൽ മലിനമായ പൈപ്പ് വെള്ളം കുടിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായത്. 100-ലധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വേദന സംഹാരി നിരോധിച്ച കേന്ദ്ര സർക്കാർ. 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമിസുലൈഡ് ഗുളികകളാണ് നിരോധിച്ചിരിക്കുന്നത്. നിരോധനം ആരോഗ്യപരമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമേസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഏവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.